ആ സ്ഥാപനത്തിൻ്റെ ഓഫർ ലെറ്ററാണ് ഞാൻ കാണിച്ചത്. സ്ഥാപനത്തിൽ നിന്നുള്ള റെസിഗ്നേഷൻ ലെറ്ററാണ് കാണിച്ചത്. ഓഫർ ലെറ്ററും റെസിഗ്നേഷൻ ലെറ്ററും കാണിച്ചാൽ അതിൽ പല തെളിവുണ്ടോ? ഇനി 2, അവിടെ എന്തെല്ലാം നടന്നു എന്നുള്ളത് പോലീസ് അന്വേഷിക്കട്ടെ. ഞാൻ പറഞ്ഞത് ഈ പരാതിയുടെ ബേസ് 2023 പരാതിയുടെ ബേസ് അതെങ്ങനെ 2022 രാജിവെച്ച ഒരാളുടെ തലയിലിടുക? ഏതാ പോലീസ് പരിശോധിക്കട്ടെ. ഇനി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആണെങ്കിൽ ഡയറക്ടർ ബോർഡ് മീറ്റിംഗിൽ പങ്കെടുക്കുമല്ലോ, ഷെയർ ഹോൾഡ് ചെയ്യുമല്ലോ, അവിടെ എന്തെങ്കിലും മിനിറ്റ്സിൽ ഒപ്പിട്ടിട്ടുണ്ടാവുമല്ലോ. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം പുറത്തു വരട്ടെ, എന്തെങ്കിലും ഒരു കാര്യം തെളിവ് ഹാജരാക്കട്ടെ. മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്തു, ഷെയർ ഹോൾഡ് ചെയ്തു, അവിടെ ധനകാര്യ ഇടപാടിൽ പങ്കെടുത്തു എന്നുള്ളതിൻ്റെ ഏതെങ്കിലും ഒരു തെളിവ് ഹാജരാക്കട്ടെ. വെല്ലുവിളിക്കുകയാണ്. ഞാൻ പൊതുപ്രവർത്തനാണല്ലോ. അപ്പോൾ അപഹരിച്ചു എന്നുള്ളതായിരിക്കുന്ന വാക്കും ലയബിലിറ്റിയും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. നിങ്ങൾ ആ വാക്ക് ഉപയോഗിക്കാൻ നിങ്ങളോട് ആരാ പറഞ്ഞേ? അല്ല, ചോദിക്കുന്നതല്ല, അത് പറയാൻ ആരാ പറഞ്ഞേ? ഞാൻ പറയുന്നത് താങ്കളൊരു മാധ്യമപ്രവർത്തകനായ താങ്കൾ അപഹരിച്ചു എന്നുള്ളതായിരിക്കുന്ന വാക്ക് ഉപയോഗിക്കാൻ ആരാണ് നിങ്ങൾക്ക് അധികാരം തന്നത്? അല്ല, തൂങ്ങല്ലേ? നിങ്ങൾ പറഞ്ഞത് നിന്ദ്യവും നികൃഷ്ടവുമായ വാക്കല്ലേ? നിങ്ങൾ അങ്ങനെ പറയാൻ പറ്റുമോ? ഒരാളെ പറ്റി അങ്ങനെ പറയാൻ പറ്റുമോ? ഏതാ? ഒരു ലയബിലിറ്റിയും ഇല്ല. എൻ്റെ ഭാര്യ അവിടെ നിക്ഷേപിച്ചതായിരിക്കുന്ന പണം ഇപ്പോഴും തിരിച്ചു കിട്ടാണ്ട്, എൻ്റെ ഭാര്യ സഹോദരൻ്റെ പണം തിരിച്ചു കിട്ടാണ്ട്, ഇങ്ങോട്ട് കിട്ടാനുണ്ട്. അതിൻ്റെ നിയമ നടപടികളും കാര്യങ്ങളും ഞാൻ പോവുക. ഞാൻ എൻ്റെ ചില സുഹൃത്തുക്കളുടെ ഡെപ്പോസിറ്റ്സ് അവിടെ ഇട്ടിരുന്നു. ആ ഡെപ്പോസിറ്റ്സിൽ 95-96% തിരിച്ചു കൊടുത്തിട്ടുണ്ട്. ബാക്കി 2-3 പേരുണ്ട്. അതിൻ്റെ നടപടികൾ ശക്തമായ സമ്മർദ്ദം. അവരത് മാത്രമല്ല, ഏതാളുകളുടെ ഉണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കണം. എനിക്കിതിൻ്റെ പോക്ക് ശരിയല്ല എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടപ്പോൾ റീസൈൻ ചെയ്തിട്ടുണ്ട്. അല്ലല്ല, അതെനിക്ക് പറയാൻ വയ്യ. പക്ഷേ ഞാൻ സംസാരിച്ച് പിന്നെ അവിടെ വൈഫ് വർക്ക് ചെയ്തതായിരിക്കുന്നൊരു സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിൽ കുറച്ചാളുകളോട് പറഞ്ഞിട്ടുണ്ട്. അവരിട്ടതായിരിക്കുന്ന 95-96% ആളുകൾക്ക് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് 1-2-3 ആളുകൾക്ക് ബാക്കിയുണ്ട്, പെൻഡിങ് ഉണ്ട്. അത് തിരിച്ചു കൊടുക്കണം എന്നാവശ്യപ്പെട്ട് മുന്നോട്ട് പോകുന്ന സമയത്താണ് ഈ ഇഷ്യൂസ് ഉണ്ടായിട്ടുള്ളത്. അത് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരു മാനേജർ പോസ്റ്റിലാണ് വർക്ക് ചെയ്തതെങ്കിലും അവിടെയുള്ളതായിരിക്കുന്ന കാര്യമായിട്ടുള്ള ഒരു കാര്യത്തിലും ഇൻവോൾവ് അല്ല. അവിടെ ഒരു സിസ്റ്റം പോലെ വർക്ക് ചെയ്ത് അങ്ങനെ ഫീലിംഗ് വന്നപ്പോൾ പിന്നെ ധനകാര്യ മാനേജ്മെന്റ് മിസ്മാനേജ്മെന്റ് ബോധ്യപ്പെട്ടപ്പോൾ ഏതാ ഇല്ലീഗൽ എന്ന് ഞാൻ പറഞ്ഞില്ല. ഒരു സാമ്പത്തിക ധനകാര്യ സ്ഥാപനത്തിൻ്റെ അച്ചടക്കവും ഉത്തരവാദിത്തരഹിതമായ പ്രവർത്തനവും ഫീൽ ചെയ്തപ്പോൾ റെസിഗ്നേഷൻ കൊടുത്തു.